മാധു, കോസ്റ്റ് ഗാർഡ് പരമാവധി ശ്രമിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂർ മുൻപ് അവർ പുറത്തുവിട്ട 2 ഏരിയൽ പിക്ചറുകളുണ്ട്. ആ പിക്ചറുകൾ ഇതിൻ്റെ വസ്തുത, ഇപ്പോഴത്തെ അവസ്ഥ എന്താ എന്നത് വ്യക്തമാക്കുന്നതാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതായത് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ 2 ഭാഗത്ത് നിന്ന് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഏതാണ്ട് മീറ്ററുകൾക്ക് അടുത്തേക്ക് വരെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ. കാരണം ഒരു ദുരന്ത മുഖത്ത് എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ അപകട സാധ്യതകളുള്ള ഒരു ശ്രമമാണ്. പക്ഷേ അത്തരത്തിൽ ആ കപ്പലിനെ കത്തി അമരാൻ വിടാൻ പാടില്ല. പരമാവധി കടലിലേക്ക് രാസവസ്തുക്കൾ പോകാതെ സൂക്ഷിക്കുക. അതിനുവേണ്ടിയുള്ള ഒരു വലിയ ശ്രമമാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ അവസാനത്തെ ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോഴത്തെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ഏരിയൽ ദൃശ്യങ്ങളാണ്. കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തീയണയ്ക്കാനുള്ള അവസാനവട്ട ശ്രമം നടക്കുന്നു. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ബിനിൽ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഏറ്റവും അടുത്തേക്ക് നിരന്തരമായ പരിശ്രമത്തിനൊടുവിലാണ് ഇത്രയേറെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞത് എന്നുള്ളത് നമുക്കറിയാം. രാവിലെ അതുൽ പിള്ളയൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഒരു കാൽക്കുലേറ്റർ റിസ്ക് എടുത്ത് തന്നെയാണ് ഇത്രയും അടുത്തേക്ക് പോകുന്നത് എന്നുള്ളത്. പക്ഷേ ഓയിൽ ടാങ്ക് അടക്കമുള്ള ഭീഷണിയുണ്ട്. അതിന് ഓയിലിന്റെ കണക്ക് കേട്ടാൽ തന്നെ നമുക്ക് പേടി തോന്നുന്ന ഒന്നാണ്. അതിനൊപ്പം തന്നെ ഈ ഗൺ പൗഡർ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കാർഗോ സ്റ്റാറ്റസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആ സാഹചര്യത്തിൽ ഇത്രയേറെ റിസ്ക് എടുത്തു തന്നെയാണ് അവർ ഈ പ്രവർത്തനം തുടരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. മാധു, കൃത്യമായും ഡിഫൻസ് മിയറോ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കാരണം വലിയ റിസ്ക് തന്നെയുണ്ട്. പക്ഷേ ആ റിസ്ക് എടുക്കുക അല്ലാതെ മറ്റു മാർഗങ്ങൾ നമുക്ക് മുന്നിലില്ല. കാരണം ഇത്രയധികം കണ്ടെയ്നറുകൾ, വലിയ രാസവസ്തുക്കൾ ഉള്ളത്, അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ ഉള്ളത്, ആ കണ്ടെയ്നറുകൾ പൊട്ടി നമ്മുടെ കടലിലേക്ക് വീണാൽ ഉണ്ടാകുന്ന വലിയ ദുരന്തം, ആ ദുരന്തം പരമാവധി കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ജെറ്റ് പമ്പുകൾ ഉപയോഗിച്ച് 2 സൈഡിൽ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾ ഈ കപ്പലിന്റെ തൊട്ടടുത്തേക്ക് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. രാവിലെ നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ നൽകുമ്പോൾ ഇതിന്റെ ബേ 2ലും 3ലുമാണ് വലിയ തീ പടർന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് ആ കപ്പലിന്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ തീ പടർന്നിരിക്കുന്ന ഒരു വലിയ ഭയാനകമായ കാഴ്ചയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതായത് ഈ തീ കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. നേരത്തെ മുൻഭാഗത്തേക്ക് തീ പടരുന്നു എന്നതായിരുന്നു ആശങ്കപ്പെടുത്തുന്ന കാര്യം. കാരണം ആ ഭാഗത്താണ് ഈ കപ്പലിന്റെ ഫ്യൂൽ ടാങ്ക് ഉള്ളത്. ആ ഫ്യൂൽ ടാങ്കിൽ എത്ര ഇന്ധനമുണ്ട് എന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്നത്. 2000 ടൺ ഇന്ധനമാണ് ഈ കപ്പലിന്റെ ഫ്യൂൽ ടാങ്കിലുള്ളത്. അത് പൊട്ടിത്തെറിച്ചാൽ നമുക്ക് ആലോചിക്കാനേ കഴിയില്ല. ഈ ഫ്യൂൽ ടാങ്കിനൊക്കെ വലിയ സംരക്ഷണമുള്ളതാണ്. പെട്ടെന്നൊന്നും ചൂടേറ്റാലും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ വളരെ കപ്പലിന്റെ ഫ്യൂൽ ടാങ്ക് വളരെ സൂക്ഷിച്ചും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയും വലിയ തീപിടുത്തമാണ് എങ്കിൽ ആ കപ്പലിന്റെ ഫ്യൂൽ ടാങ്കിലേക്ക് ആ തീ പടരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുതന്നെയാണ് നമ്മുടെ കോസ്റ്റ് ഗാർഡിനെ ആണെങ്കിലും നാവികസേനയാണെങ്കിലും വലിയ ആശങ്കയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഫ്യൂൽ ടാങ്കിനൊപ്പം തന്നെ 240 ടൺ ഡീസലാണ് ആ കപ്പലിലുള്ളത്. അതിനൊക്കെ അത്രയും വലിയ റിസ്ക് എടുത്താണ് ഈ കപ്പലിന്റെ വളരെ അടുത്തേക്ക് പോയി ഇപ്പോൾ നമ്മുടെ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ, നേവി ഉൾപ്പെടെ ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. അവസാനവട്ട ശ്രമം എന്ന നിലയിൽ കടലിൽ ഇത്രയധികം മാലിന്യങ്ങൾ കലരാതിരിക്കുന്നതിന് വേണ്ടി, തീ പരിപൂർണമായി ആളിക്കത്തി കപ്പൽ ആണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു വലിയ ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ കടലിൽ നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് കപ്പലിൻ്റെ ഇത്രത്തോളം അപകടകരമായ, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന അത്രമേൽ സ്ഫോടന ശേഷിയുള്ള രാസവസ്തുക്കളുള്ള കപ്പലിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള അവസാനപ്പെട്ട ശ്രമം നടക്കുന്നത്. ബിനിലാണ് ആ പുതിയ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബിനിൽ പോകുന്നത് പോലും അത്രയേറെ ദൂരത്തേക്കാണ്. അപ്പോൾ എത്രത്തോളം തീ ആളിപ്പടരുന്നുണ്ട് എന്നത് കാണാം. ബിനിൽ, മറ്റൊന്ന്, ആദ്യം ഇതിന്റെ ഏതാണ്ട് നടുഭാഗത്ത് അണ്ടഡക്കിലായിട്ടാണ് തീപിടുത്തം ഉണ്ടായതെങ്കിൽ നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഏറെക്കുറെ മുഴുവൻ ഭാഗത്തേക്കും തീ പടർന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. മാധു, അതുതന്നെയാണ് വലിയ ആശങ്കപ്പെടുത്തുന്ന ഘടകം. നേരത്തെ ബേ 2ലും 3ലുമായിരുന്നു ആ തീ പടർന്നിരുന്നത്. അതായത് കപ്പലിന്റെ മുൻഭാഗമാണ് ബേ 2, 3 എന്ന് പറയുന്നത്. ആ ഭാഗത്തായിരുന്നു തീ പടർന്നത്. അവിടെ നിന്ന് മുന്നോട്ട്
തീ നീങ്ങുന്നു, അതായത് ബേ 1 തീ നീങ്ങുന്നു എന്നതായിരുന്നു ആദ്യത്തെ പ്രശ്നമെങ്കിൽ ഇപ്പോഴാ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ, ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ കപ്പലിന്റെ എന്താണ് ആദ്യ ഭാഗം മുതൽ അവസാന ഭാഗം വരെ ഒരുമിച്ച് ആ കണ്ടെയ്നറുകൾക്ക് തീ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അതായത് മുന്നിൽ നിന്ന് പിന്നിലേക്ക് കൂടി തീ പടർന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിൽ നിന്ന് ഈ കപ്പലിന്റെ പിൻഭാഗത്ത് നിന്നും മുൻഭാഗത്ത് നിന്നും ഒരുപോലെ രണ്ട് കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ എത്തി. അവർ ജെറ്റ് പമ്പ് ചെയ്ത് വെള്ളം അടിച്ച് പരമാവധി ആ തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ധന ടാങ്കിലേക്ക് തീ പടരാതെ സൂക്ഷിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ധന ടാങ്കിലേക്ക് തീ പടർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ നടത്തുന്ന ഒരു പ്രവർത്തനവും കൊണ്ട് ഒന്നും സാധ്യമാകില്ല. വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഈ കണ്ടെയ്നറുകൾ, 157 കണ്ടെയ്നറുകളിലാണ് അപകടകരമായ വസ്തുക്കൾ ഉള്ളത്. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് 32.2 ടൺ ആൽക്കഹോൾ കണ്ടന്റ് ആ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നതാണ്. അതോടൊപ്പം തന്നെ ആ വെടിമരുന്ന് ഉൾപ്പെടെയുള്ള അത്തരത്തിൽ ഏതു സമയവും വലിയ സ്ഫോടന ശക്തിയുള്ള സാധനങ്ങളൊക്കെ തന്നെ, ഡേഞ്ചറസ് ഗുഡ്സ് ആയിട്ടുള്ള സാധനങ്ങൾ ഈ കപ്പലിലുണ്ട്. അത് വലിയ ആശങ്കപ്പെടുത്തുന്നതാണ്. നമ്മൾക്കറിയാം ഇപ്പോൾ ട്രോളിംഗ് നിരോധന സമയമാണ്. അതായത് ആഴക്കടലിലെ ആ മത്സ്യബന്ധന നിരോധനം നമ്മൾ കൊണ്ടുവരുന്നത് തന്നെ നമ്മുടെ മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കാനാണ്. അപ്പോൾ 88 നോട്ടിക്കൽ മൈൽ അകലെ നമ്മുടെ തീരമേഖലയിൽ ഇത്തരത്തിലൊരു വലിയ ദുരന്തത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ മത്സ്യസമ്പത്തിനെ തന്നെ വലിയ രീതിയിൽ നാശം സംഭവിക്കുന്നതാണ്. എന്തായാലും നേരത്തെ MSCയുടെ കപ്പൽ മുങ്ങിയ ഘട്ടത്തിൽ നമുക്ക് ഒരു പരിധിവരെ ഇതിനെയൊക്കെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നു. നമ്മുടെ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയൊക്കെ തന്നെ വലിയ കരുത്താണ് നമ്മൾ അവിടെ കണ്ടത്. ഇന്ധന ചോർച്ച പരമാവധി കുറച്ചു കൊണ്ടുവരാൻ അവിടെ കഴിഞ്ഞിരുന്നു. ആ കപ്പലിന്റെ MSC കപ്പലിന്റെ ഇന്ധന ടാങ്കിൽ നിന്നുള്ള ലീക്കേജ് ഉണ്ടാവാത്തതാണ് ഇപ്പോഴും നമുക്കൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഏതു നിമിഷവും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് ഈ കപ്പലിന്റെ കാര്യം പോവുകയാണ്. കാരണം അത്രയും വലിയ തീയാണ് ഈ കപ്പലിൽ ആഴ്ന്നു പിടിച്ചിരിക്കുന്ന, കപ്പലാകമാനം തീ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഇത് ആങ്കർ ചെയ്തിട്ടുള്ള ഒരു കപ്പലല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഇപ്പോൾ ജീവനക്കാരുമില്ല. കപ്പൽ അതിന് കാറ്റിനനുസരിച്ച് ഒഴുകി നടക്കുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് 2 കിലോമീറ്ററോളം നേരത്തെ ഉണ്ടായിരുന്ന അപകട മേഖലയിൽ നിന്ന് ആ കപ്പൽ തെക്ക് ദിശയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ആ കപ്പലിന്റെ ഒഴുക്കിനനുസരിച്ച് നിന്ന് വേണം ഈ ഫയർ ഫൈറ്റിംഗ് ഒക്കെ നടത്താൻ. അല്ലാത്ത പക്ഷം ഈ കപ്പൽ കൂടുതൽ അടുത്തേക്ക് വരും. ഈ കടലിലുള്ള യാനങ്ങളെ നിയന്ത്രിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇത് പെട്ടെന്ന് തിരിക്കാനോ വളയ്ക്കാനോ ഒന്നും കഴിയില്ല. ഈ കപ്പലുകൾ കൊണ്ടുപോയി ഇതിന്റെ സൈഡിൽ നിർത്തി ഇത്തരത്തിൽ ജെറ്റ് പമ്പ് ഉപയോഗിച്ച് വെള്ളം ചീറ്റിക്കുന്ന സമയത്ത്, കാരണം ആ കപ്പലിന്റെ ദിശ കൃത്യമായി നിർണയിച്ച് അത് എത്രത്തോളം ഈ കാറ്റിനനുസരിച്ച് നീങ്ങി വരുന്നു അതൊക്കെ മനസ്സിലാക്കി മാത്രമേ ഇതിന് തൊട്ടടുത്ത് നിൽക്കാൻ കഴിയൂ. കാരണം നമ്മുടെ റോഡിൽ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത് പോലെയൊന്നും കടലിൽ നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കോസ്റ്റ് ഗാർഡ് വലിയ റിസ്ക് ആണ് ഇവിടെ എടുക്കുന്നത്. ആ റിസ്കിന്റെ ഒരു പ്രയോജനം നമുക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് ആശിക്കാം. അല്ലാത്ത പക്ഷം വലിയ റിസ്ക് എടുത്ത് നടത്തുന്ന ഒരു ദൗത്യമാണ്. അതിന്റെ പുതിയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്.